കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 21 ശ്ലോകം 11 ചെയ്തു നമ്മൾ. അപ്പോൾ അതിലെന്താ പറഞ്ഞു വെച്ചാൽ ദേശം, അതായത് ഒരു സാധനത്തിൻ്റെ ശുദ്ധിയും അശുദ്ധിയൊക്കെ ദേശവും കാലവും ഒക്കെ അനുസരിച്ചിട്ടാണ്, ദേശവും അവസ്ഥയൊക്കെ അനുസരിച്ചിട്ടാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് 12ലേക്ക് പോവാം. ഒന്നും നമുക്ക് ചിലത് ശുദ്ധമാണ്, ഒരേ കാര്യം തന്നെ, ചിലപ്പോൾ ശുദ്ധവും ചിലപ്പോൾ അശുദ്ധവും. നമ്മൾ പൂവിൻ്റെയൊക്കെ കാര്യം പറഞ്ഞല്ലോ അല്ലേ. ഇപ്പോൾ വെള്ളം, ശുദ്ധമായ വെള്ളമുണ്ട്, അതേസമയം മൂത്രം ഒരു വെള്ളം തന്നെയാണ്, പക്ഷെ അത് അശുദ്ധമാണ്. അങ്ങനെ നമ്മൾ ദേശവും കാലവും അവസ്ഥ അനുസരിച്ചിട്ടൊക്കെ ശുദ്ധി മാറുന്നാണ് പറഞ്ഞത്. ഇനി നോക്കാം 12. ധാന്യദാർവസ്ഥിതം തൂനാം രസതൈജസചർമ്മണം കാലവായുഅഗ്നിമൃത്തോയൈഃ പാർത്ഥിവാനാം യുതായുധൈഃ. ധാന്യദാർവസ്ഥിതത്തൂനാം, ധാന്യം എന്താണ്, പിന്നെയോ ലൗകികമായിട്ടുള്ള പാത്രം, പിന്നെ ഈ ഇതൊക്കെ അല്ലേ, എന്താ പറയുക, ഒക്കെ യാഗത്തിനൊക്കെ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെയാണ് ഈ സ്രുവം, ചമസ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ആനക്കൊമ്പ്, നൂല്, ഈ ജാതി. പിന്നെയോ രസ തൈജസ ചർമ്മണം, എണ്ണ, നെയ്യ്, ആ ജാതി. രസം, തൈജസ്, സ്വർണം, വെള്ളി, അതിനാണ് അത്ര. അത് പാർത്ഥിവാനം, പിന്നെ ഈ പിന്നെ പാത, നടക്കണ പാത, പിന്നെ അതിൽ ഇങ്ങനെ മൺകുടം, കല്ല്, യുധായുധൈഹി, അതായത് ഇതൊക്കെ ഒന്നോ രണ്ടോ, രണ്ടെണ്ണം കൂടിയിട്ടോ ഒന്നോ, കാലവായുവഗ്നി മൃത്തോയൈഹി, കാലം, കാറ്റ്, അഗ്നി, മണ്ണ്, ജലം ഇവയാൽ ശുദ്ധി ഉണ്ടാക്കുന്നു. ഇതൊക്കെ നമുക്ക് വായിച്ചു പോവാട്ടോ, അത്രയ്ക്കൊരു തത്വം എന്നാണ് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ശുദ്ധി അശുദ്ധിയും ഏർപ്പെടുന്നതെന്ന് പറയണം കേട്ടോ. അതായത് ഇപ്പോൾ പിന്നെ എന്താണ്, ഒരാൾക്കിപ്പോൾ നോക്കൂ, പിന്നെ എന്താണ്, കുളിക്കാൻ വയ്യാച്ചാൽ നമ്മൾ സാധാരണ കുളിക്കണം പറയുമല്ലോ. പക്ഷേ ഒരു ദണ്ണൊക്കെ വരുമ്പോൾ നമ്മൾ മേലൊക്കെ തുടച്ച് ആയാലും ശുദ്ധമായി പറയും. അപ്പോൾ ഒക്കെ കാലവും അവസ്ഥയെന്നൊക്കെ നമ്മൾ പറഞ്ഞുല്ലോ അതിലല്ലേ. പിന്നെ എന്താ പറഞ്ഞ വെച്ചാൽ, പിന്നെ ഇതിൽ പറഞ്ഞത് ധാന്യം, മരം, പിന്നെ എന്താണ്, എല്ല്, നൂല്, ഇതിനൊക്കെയും, പിന്നെ മണ്ണ്, ലോഹങ്ങൾ, തോല്, ഇവയ്ക്കും ഒക്കെ കാലം, വായു, അഗ്നി, മണ്ണ്, ജലം, ഇതൊക്കെ ചേർന്നോ. അപ്പോൾ നമ്മൾ മണ്ണുകൊണ്ട് പിന്നെ തുടച്ചാൽ അത് ശുദ്ധിയായി എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോന്നും. നമ്മൾ പലതും സോപ്പിട്ട് കഴുകിയാൽ വൃത്തിയാവും, വെറുതെ കഴുകിയാൽ വൃത്തിയാവില്ല. ശുദ്ധിയും അശുദ്ധിയൊക്കെ വളരെ വളരെ പിന്നെ എന്താണ്, റിലേറ്റീവാണ്, ആപേക്ഷികമാണെന്ന് മനസ്സിലാക്കി വേണ്ടു ഇവിടെ കേട്ടോ നമുക്ക്. അതാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. അതായത് പലപ്പോഴും നമ്മൾ പിന്നെ എന്താണ്, പിന്നെ വെണ്ണീറിട്ട് തേക്കുക. പണ്ടൊക്കെ ആണെങ്കിൽ സോപ്പിന് പകരം വെണ്ണീറിട്ട് തേച്ചാൽ നല്ല ശുദ്ധമായി ശ്രാദ്ധത്തിനൊക്കെ എടുക്കാം, അങ്ങനെയൊക്കെ പറയൂല. അപ്പോൾ ഇതൊക്കെ ശുദ്ധി അശുദ്ധിയൊക്കെ വെറും ആപേക്ഷികമാണെന്ന് പറയുകയാണ്. അവസ്ഥ അനുസരിച്ചിട്ടും സന്ദർഭം അനുസരിച്ചിട്ടും മാറുന്ന അത്ര തന്നെ ഇതിലുള്ളൂ. അപ്പോൾ 12 ധാന്യദാർവസ്ഥിതം തൂനാം രസതൈജസ ചർമ്മണം കാലവായു അഗ്നി മൃത്തോയൈഹി പാർത്ഥിവാനാം യുധായുധൈഹി. ഇനി 13 വായിക്കാം. എന്താണ്, അമേധ്യലിപ്തം യദ്യേന ഗന്ധം ലേപം വ്യപോഹതി ഭജതേ പ്രകൃതിം തസ്യ തച്ഛൗചം താവദിഷ്യത്തെ. ഒക്കെ വളരെ ഒരു ഇങ്ങനെ ശരിക്കും പറയാച്ചാൽ അത്ര ഒരു നമുക്ക് ഇതിലൊന്നും ഇപ്പോഴത്തെ കാലത്തോ അല്ലെങ്കിൽ ഇത് വലിയ പ്രാധാന്യമുണ്ട് തോന്നില്ലേ. എനിവേ, അമേധ്യലിപ്തം, അതായത് അശുദ്ധ വസ്തുക്കൾ തൊട്ട, അമേധ്യം വെച്ചാൽ ശരിക്കും ഫീക്കസ് എന്നാണ് അർത്ഥം. അപ്പോൾ അതൊക്കെ മലം തൊട്ട, യത് പീഠം, പാത്രം, വസ്ത്രം മുതലായ സാധനങ്ങളൊക്കെ ഏന, അത് നമ്മൾ പലപ്പോഴും വെണ്ണീറോ പുളിയോ വെള്ളമോ മാത്രമോ ഒക്കെ നമ്മൾ കഴുകൂലോ. ഖ്യപോഹതി, കഴുകി വൃത്തിയാക്കുന്നുവോ. പ്രകൃതിം ഭജതേ,
അതായത് എന്നിട്ട് ശരിക്കും അത് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം വെച്ചാൽ അതുപോലെ ആവുന്നുവോ, അതാണ് പ്രകൃതി എങ്ങനെയാ വെച്ചാൽ അതെ തസ്യ അതിന് തത് ശൗചം അശുദ്ധിയെ താവത് ഒരു പ്രാവശ്യമോ പല പ്രാവശ്യമോ ശുദ്ധമാകുന്നത് വരെ ഈശ്വരെ ആഗ്രഹിക്കപ്പെടുന്നു. അതെന്താ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒന്നിലിപ്പോൾ മലം പറ്റി എന്താ ചെയ്തു വെച്ചാൽ നമ്മൾ ആദ്യം നല്ലോണം വെള്ളം കൊണ്ട് കഴുകി കളയും, പിന്നെ നല്ലോണം വെണ്ണീറോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വെച്ചാൽ സോപ്പോ ഒക്കെ ഇട്ട് പല പ്രാവശ്യം കഴുകും. അങ്ങനെ എന്നിട്ട് അത് എങ്ങനെയാണ് അത് മലിനമാകാത്ത സമയത്ത് എങ്ങനെയായിരുന്നു വെച്ചാൽ അതുപോലെ ആക്കി തീർത്തു വെച്ചാൽ പിന്നെ നമ്മളത് ശുദ്ധമുള്ളതാണെന്ന് പറയും. അതായത് വൃത്തിയാക്കണതിൻ്റെ മുമ്പേ അയ്യോ അത് വയ്യാന്ന് പറഞ്ഞാലും വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മളത് എടുക്കും. നമ്മളെ കൈ തന്നെ അങ്ങനെയല്ലേ അല്ലേ, കൈയൊക്കെ ഇപ്പോൾ എന്തെങ്കിലും തൊട്ടു നമ്മളറിയാതെ അറിഞ്ഞിട്ടോ എന്തെങ്കിലും തൊട്ടു ചെയ്ത് നമ്മൾ സോപ്പിട്ട് കഴുകുക, അത്രയല്ലേ പതിവുള്ളൂ അല്ലേ, നല്ലോണം കഴുകും. അപ്പോൾ ശുദ്ധമായി കൈ പിന്നെ എന്തിനും ഉപയോഗിക്കാം അല്ലേ, ഉണ്ണാനും ഒക്കെ ഉപയോഗിക്കാമല്ലോ, അത്രയേ ഉള്ളൂ. അമേധ്യലിപ്തം യാദ്യേന ഗന്ധം ലേപം വ്യപോഹതി ഭജതേ പ്രകൃതിം തസ്യ തച്ഛൗചം താവതീഷ്യതേ. 14 സ്നാനദാന തപോവസ്ഥ വീര്യ സംസ്കാര കർമ്മഭി മത് സ്മൃത്യാചാത്മന ശൗചം ശുദ്ധ കർമ്മചരേ ദ്വിജഃ. സ്നാനദാന തപോവസ്ഥ വീര്യ സംസ്കാര കർമ്മഭി, സ്നാനം ദാനം വ്രതാനുഷ്ഠാനം മുതലായ തപസ്, പിന്നെ കൗമാരം മുതലായ അവസ്ഥ, അതായത് നമ്മൾ എന്തിനുപയോഗിക്കണമെന്നൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് എത്ര ശുദ്ധാവണമെന്നുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ പല കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ നല്ലോണം ശുദ്ധമായിട്ട് വേണം. ഇപ്പോൾ സ്നാനം ചെയ്യാതെ നമ്മൾ ശ്രാദ്ധം ചെയ്യില്ല ഒരിക്കലും. ഇപ്പോൾ ഒരു ശ്രാദ്ധം കൂട്ടിയാൽ കുളിക്കാതെ പറ്റില്ല. പക്ഷേ പലരും കാലും മുഖവും കഴുകി ഉടനെ വിളക്ക് കൊളുത്തും. അങ്ങനെയൊക്കെ പലതിനും കുളി, ദാനം, കൃച്ഛാനുഷ്ഠാനം മുതലായ തപസ്, അതായത് നമ്മൾ എന്നും ചെയ്യണം അങ്ങനെ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങളും, പിന്നെ കൗമാരം മുതലായ അവസ്ഥ, നമ്മുടെ ഏത് ഏജിലാണ്, നമ്മളെ ചെറിയ കുട്ടിയാണോ കുറച്ചുകൂടി വലുതായോ അഡൾട്ടാണോ, അങ്ങനെ ശക്തി, ഉപനയനം മുതലായ സംസ്കാരം, അതാത് കാലത്തെ സന്ധ്യാവന്ദനം മുതലായ കർമ്മ ഇവകളാലും മത് സ്മൃത്യാച്ച എന്നെ സ്മരിക്കുന്നത് കൊണ്ടും ആത്മനഃ കർത്താവിന് ചെയ്യണ ആൾക്ക് ശൗചം ശുദ്ധി ഉണ്ടാകുന്നു. ശുദ്ധനായിട്ടു തന്നെയാണ് ദ്വിന്ദ ബ്രാഹ്മണൻ മുതലായവർ കർമ്മാവിനെ അനുഷ്ഠിക്കേണ്ടത്. അതായത് ഇതിലൊക്കെ പറയണ പോലെ തന്നെ നമ്മൾ ശുദ്ധമായിട്ട് തന്നെയാണ് ചെയ്യേണ്ട പറയുകയാണ്. അപ്പം ഒരു ഉദാഹരണം പറയാ വെച്ചാൽ ഈ ഒരു നല്ല പൈസ ഉള്ള ആളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാം. പക്ഷെ അത്ര തന്നെ ഒരു ദരിദ്രനാണെങ്കിൽ അത് സാരില്ല, അങ്ങനെ ചെയ്താൽ മതി. അതായത് ധാരാളം പൈസ ഉള്ള ആളാണെങ്കിൽ ഒരുപാട് പേർക്ക് ദാനം ചെയ്തിട്ടും ഭക്ഷണം കൊടുത്തിട്ടും വേണം ഈ കർമ്മം ചെയ്യാനെന്ന് പറയും. അത്രയും സാധിക്കാത്ത ആളാണെങ്കിൽ സാരില്ല, ഒരാളെ കൂട്ടിയാലും. അപ്പോൾ ഓരോന്നിൻ്റെയും ശരിയും തെറ്റുമൊക്കെ വ്യത്യാസമാണ്. പിന്നെ ഇപ്പോൾ പല സ്ഥലത്തും വെറുതെ ഒന്ന് കുളിച്ചാൽ മതി എന്ന് പറയും, വേറെ സ്ഥലത്ത് പോരാ പറയും. പിന്നെ ചിലർക്ക് കുട്ടികളൊക്കെ കുളിക്കൊന്നും വേണ്ട അങ്ങനെ പറയും. അതായത് കുട്ടികൾക്കും വൃദ്ധന്മാർക്കും കുളിക്കണമെന്നില്ല, അല്ലാണ്ടും ചെയ്യാം. യുവാക്കന്മാരൊക്കെ സ്നാനം കൊണ്ട് ശുദ്ധി ചെയ്യണം. അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ നമ്മളെ. അതായത് അത്ര തന്നെ ഇതിലുള്ളൂ, ഇതും അത്ര തന്നെ പറയാനുള്ളൂ കേട്ടോ. 14 അല്ലേ. എന്തായാലും പറഞ്ഞ പോലെയുള്ള പറ്റുന്നത്ര അതാത് പ്രായത്തിനും സമയത്തിനും വേണ്ട പോലെ തന്നെയാണ് ശരിക്ക് അനുഷ്ഠിക്കേണ്ടത് എന്ന്. ഈ മന്ത്രശുദ്ധി എന്നാണ് അടുത്തത് പറയുന്നത് കേട്ടോ. 14 വായിച്ച് 15 പോവാം. സ്നാനദാന തപോവസ്ഥ വീര്യ സംസ്കാര കർമ്മഭി മസ്മൃത്യാചാത്മന ശൗചം ശുദ്ധ കർമാചരേ ദ്വിജ. ഇനി പണ്ടത്തെ കാലമൊക്കെ ആണെങ്കിൽ ബ്രാഹ്മണ കുട്ടികൾക്കാണെങ്കിലും വൈശ്യന്മാർക്കാണെങ്കിലും ക്ഷത്രിയന്മാർക്കാണെങ്കിലും ഉപനയനവും സമാവർത്തനവും ഒക്കെ ചെയ്യണം. അതാത് കാലത്ത് അതാത് സംസ്കാരങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ തന്നെയാണ് വേണ്ടതെന്ന് പറയണം. പിന്നെ മന്ത്രസ്യ പരിജ്ഞാനം കർമ്മശുദ്ധി മദർപ്പണം ധർമ്മ സമ്പദ്യതേ ഷഡ്ഭിര അധർമ്മസ്തു വിപര്യയ. പിന്നെന്താ ഭഗവാൻ പറഞ്ഞ വെച്ചാൽ മന്ത്രത്തിന് പരിജ്ഞാനം ആരെങ്കിലും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഗുരുവോ മന്ത്രം പഠിപ്പിക്കൂലോ. ആരുടെ കയ്യിൽ നിന്നെങ്കിലും മന്ത്രം പഠിച്ചിട്ട് മതർപ്പണം ഈശ്വരാർപ്പണമായിട്ട് എന്നെ ആലോചിച്ച് അത് മന്ത്രം ജപിച്ചിട്ട് കർമ്മത്തിന് ശുദ്ധി വരുന്ന. അതായത് നമ്മൾ നല്ലോണം മന്ത്രമൊക്കെ പഠിച്ച് ഈശ്വരനിൽ ഞാൻ അർപ്പിക്കുകയാണ് ഈ കർമ്മം എന്ന് പറഞ്ഞ് ചെയ്താൽ എല്ലാ കർമ്മവും ശുദ്ധമായി. അതായത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണ കർമ്മമൊക്കെ
മന്ത്രം പ്രത്യേകിച്ച് ഇപ്പോൾ മന്ത്രമൊക്കെ ചൊല്ലി ഞാനിത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുകയാണെന്ന് സങ്കല്പിച്ചാൽ അത് ശുദ്ധമായി, കർമ്മം ശുദ്ധമായി. ഷഡ്ഭി അതായത് ദേശം അത് 6 കാര്യം. ദേശം കാലം ദ്രവ്യം പദാർത്ഥം എന്താ വെച്ചാൽ അത് കർമ്മം മന്ത്രം ഇതൊക്കെ അല്ല കർത്താവ്, അതായത് ദേശം കാലം ദ്രവ്യം കർത്താവ് മന്ത്രം കർമ്മം ഇതാണ് അത്ര 6. ഈ 6 ധർമ്മ സമ്പദ്ധ്യത ധർമ്മം ഉണ്ടാകുന്നു. വിപര്യ ഇവ അശുദ്ധമായാൽ അധർമ്മം ഉണ്ടാകുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ശുദ്ധിയും അശുദ്ധിയും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ദേശവും കാലവും ദ്രവ്യവും അത് ചെയ്യണ ആളും മന്ത്രവും കർമ്മവും ഇതുകൊണ്ട് വേണ്ട പോലെ ചെയ്താൽ അത് വളരെ ധർമ്മമായിട്ടുള്ളൊരു പ്രവൃത്തിയായി തീരും. ഇതൊന്നും നോക്കാതെ ശുദ്ധിയും അശുദ്ധിയും അവനവന് ചേരണ തരത്തിലൊന്നും ചെയ്യാതിരുന്നാൽ ധർമ്മമാവുന്നു. ഇതിപ്പോൾ ഒന്നേ ഉള്ളൂ, ഈ ഈശ്വരാർപ്പണമായിട്ട് എല്ലാവരുടെയും നന്മയ്ക്കും കൂടി ചെയ്യണ എല്ലാ കർമ്മങ്ങളും നല്ല കർമ്മമാണ്, അതൊക്കെ ധർമ്മമാണ്. ആരെങ്കിലും വേദനിപ്പിക്കുക ആരെങ്കിലും ചതിക്കുക നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് ദേഹം കൊണ്ടോ മനസ്സുകൊണ്ടോ അശുദ്ധമായിട്ട് എന്ത് കർമ്മങ്ങളും ചെയ്യേ അതൊക്കെ അധർമ്മമാണ്. മന്ത്രസ്യ പരിജ്ഞാനം കർമ്മശുദ്ധിർ മതർപ്പണം ധർമ്മ സമ്പദ്ധ്യതേ ഷഡ്ഭിർ അധർമ്മസ്തു വിപര്യ. ഇതിനൊക്കെ വിപരീതം ചെയ്താൽ അധർമ്മമായി. ഇനി ശരിക്ക് ഗുണവും ദോഷവും ഒന്നും ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷമൊന്നുമില്ല, കാരണം എല്ലാം ബ്രഹ്മല്ലേ. അതാണ് ഇനിയിപ്പോൾ പറയാൻ പോണത്. ക്വചിത് ഗുണോപി ദോഷ സ്യാദ് ദോഷോപി വിധിനാ ഗുണദോഷാർത്ഥ നിയമസ്തദ്ഭിദാമേവ ബാധത്തെ. 16 ക്വചിത് ചിലപ്പോൾ, അതായത് ആപത്ത് കാലത്ത്, ഗുണഃ അപി ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്വീകരിക്കുന്നത് ആപത്ത് കാലത്ത് തെറ്റൊന്നുമില്ല, ഗുണമായിട്ട് കരുതാം. ദോഷഃ സ്യാത് ആപത്തല്ലാത്ത സമയത്ത് തന്നെ സെയിം കാര്യം നമ്മൾ സ്വീകരിച്ചാൽ ദോഷമായിട്ട് നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരും. ദോഷ അഭി കുടുംബത്യാഗം, ഇപ്പം ഞാൻ അതേപോലെ തന്നെയാണ്, ഒരു കുടുംബത്തിനെ ത്യജിക്കണത് ദോഷമാണെങ്കിലും വിധിബലം കൊണ്ട് വിധി കാരണം ചിലപ്പോൾ ഗുണമായിട്ട് തീരും. ഗുണദോഷാർത്ഥ ഗുണദോഷങ്ങളെ ഒരു വിഷയത്തിൽ ഇത് ഗുണമാണ് ദോഷമാണെന്ന് നമ്മൾ ജഡ്ജ് ചെയ്യണത് തദ്ഭിതാം ഏവ ഗുണദോഷങ്ങളുടെ വ്യത്യാസത്തിനെ ബാധിക്കുന്നു. അപ്പം നമുക്കൊന്നും ശരിയോ തെറ്റോ ഗുണോ ദോഷമോ ഒന്ന് ജഡ്ജ് ചെയ്യാനുള്ള അധികാരമില്ല. പല കാര്യങ്ങളെയും ദേശം കാലം ചെയ്യണ ആള് എന്താണ് ചെയ്യണ മന്ത്രം എന്ത് മനോഭാവത്തോടു കൂടി ചെയ്യുന്നു, എന്ത് കർമ്മമാണോ ഒക്കെ അനുസരിച്ചിട്ടാണെന്നാണ് അപ്പോൾ ഇതിൽ പറയുന്നത്. നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഒരേ കാര്യം തന്നെ ഒരാൾക്ക് ഒരു സമയത്ത് ചെയ്യാവുന്നത് ശരിയും അതേ കാര്യം തന്നെ വേറൊരു സമയത്താണെങ്കിൽ തെറ്റുമാവാം. അപ്പോൾ ഇതിൽ പറഞ്ഞല്ലോ, ഇപ്പോൾ കുടുംബത്തിനെ ത്യജിക്കുക അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നോക്കൂ, ഒരാൾ ഭാര്യയായി കുട്ടികളായി എന്നിട്ട് ആ കുടുംബത്തിനെ ത്യജിച്ചു, ത്യാഗം തന്നെയാണ്. എന്താ ചെയ്യണം എന്നിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി, അല്ലെങ്കിൽ ഒരു സ്ത്രീ വേറൊരു പുരുഷൻ്റെ കൂടെ പോയി, അതൊരിക്കലും നല്ല കാര്യമല്ല, ദോഷം തന്നെയല്ലേ. അതേസമയം ഭാര്യയായി കുട്ടികളായി അപ്പോഴാണ് അയാൾക്ക് വൈരാഗ്യം വന്നത്, വിരക്തി വന്നത്. ശരിക്ക് ഭഗവാന് വേണ്ടി ജീവിതം അർപ്പിക്കാൻ വേണ്ടി സന്യാസം എടുത്തു ചോട്ടെ, അത് തെറ്റല്ല. കാരണം ശേഷമുള്ള ജീവിതം ഭഗവതർപ്പണമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കുടുംബത്തെ ത്യജിക്കണം. അപ്പോൾ ഉദ്ദേശം വളരെ നല്ലതാണ്. അപ്പോൾ കുടുംബത്യാഗം തെറ്റല്ല. നേരെ തിരിച്ച് സ്വന്തം സുഖത്തിന് വേണ്ടി കുടുംബം ത്യജിക്കുകയാണെങ്കിലോ അത് തെറ്റാണ്. അങ്ങനെ അപ്പം നമുക്ക് ഒരു വിരക്തന് കുടുംബത്യാഗം ഗുണമാണ്, ഒരു ആസക്തന് കുടുംബത്യാഗം ദോഷമാണ്. അപ്പോൾ ഗുണദോഷങ്ങളുടെ വിഷയത്തിൽ എന്തെങ്കിലും നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യണത് ദേശവും കാലവും ആ ചെയ്യണ ആളും എന്ത് ചെയ്യുന്നു എന്നും എങ്ങനെ ചെയ്യുന്നു എന്നും അയാളുടെ മനോഭാവവും ഈശ്വരാർപ്പണമായിട്ടാണോ ചെയ്യണമെന്നൊക്കെ അനുസരിച്ചാണെന്ന് ചുരുക്കം. ക്വചിത് ഗുണോപി ദോഷസ്യ ദോഷോപി വിധിനാ ഗുണദോഷാർത്ഥ നിയമസ്തദ്ഭിദാമേവ ബാധത്തെ. ഇനി 17 സമാനകർമാചരണം പതിതാനാം ന പാതകം
ഔത്പത്തികോ ഗുണസംഗോ നശയാന പതത്യഥ. ഇനി 17 എന്താ പറയണേ? സമാന കർമാചരണം. ഇപ്പോൾ മുമ്പ് ചെയ്തിരുന്ന ഒരു കാര്യം, അതായത് ഇപ്പോൾ ഒരാൾ ഡ്രിങ്ക്സൊക്കെ കഴിക്കുകയാണ്, അങ്ങനെയുള്ള ശരിക്കും അങ്ങനെ കഴിച്ച ശീലമില്ല, കഴിക്കാൻ പാടില്ല എന്നൊക്കെ ബോധമുള്ള ആളാണ്. അങ്ങനെ കഴിച്ചിട്ട് അയാൾക്ക് ഒരു അധപ്പതനം കാരണം, അധപ്പതനം കൊണ്ടും സമാന കർമാചരണം പതിതാന, അതുകൊണ്ട് അധപ്പതനം വന്നവർക്ക് ന പാതകം, അത് വീണ്ടും പിന്നെയും അത് അധപ്പതിക്കാൻ കാരണമാകില്ല. സ്ത്രീ സംഘം, സന്യാസിമാർക്കൊക്കെ സ്ത്രീ സംഘം ദോഷമാണ്, ഔത്പത്തിക. പക്ഷേ ഒരു ഗൃഹസ്ഥന് ഭാര്യയായിട്ടുള്ള സംഘം ദോഷമല്ല, ഗുണമായി ഭവിക്കുന്നു അല്ലേ? അതായത് കല്യാണം കഴിച്ച ഒരാൾക്ക് ആ സ്ത്രീയുടെ സ്നേഹമോ ആ സ്ത്രീയുടെ സംഘം ഉണ്ടെങ്കിൽ അത് നമ്മൾ നന്നായിട്ടാണ് പറയുക. പക്ഷെ ഒരു സന്യാസിക്ക് സ്ത്രീ സംഘം ഉണ്ടെങ്കിൽ ദോഷമായിട്ടാണ് പറയുക. അപ്പോൾ ശയാന, ആദ്യം ചുവട്ടിൽ കിടന്നവൻ അധാന പദ്ധതി, വീണ്ടും ചുവട്ടിൽ വീഴുന്നില്ല. അപ്പോൾ ഇതിലെന്താ പറഞ്ഞു വെച്ചാൽ, വളരെ ബുദ്ധിമുട്ടാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ തന്നെ. അപ്പോൾ ഇതിലെന്താ പറഞ്ഞു വെച്ചാൽ, ശരിക്കും ഈ ഗുണത്തിനെയും ദോഷത്തിനെയും ഒക്കെ അങ്ങനെ വേർതിരിച്ചിരിക്കുന്നത് കാര്യങ്ങളൊന്നും വിഷമല്ലാണ്ട് നടന്നു പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് ശരിക്കുള്ളതല്ല. അതായത് ഒരേ വസ്തുവിൽ തന്നെ പലതരത്തിലുള്ള ദോഷവും ഗുണമൊക്കെ നമുക്ക് ഇതാവാം. പിന്നെ ഇപ്പോൾ ജന്മം കൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറയാം, ഒരു കള്ള് വെട്ടണ ജോലിയുള്ള ഒരു ഫാമിലിയിലുള്ള ഒരാൾ കള്ള് കുടിച്ചാൽ നമുക്ക് അയാളെ കുറ്റം പറയാൻ പറ്റില്ലല്ലേ, അയാളുടെ സാഹചര്യമാണ് അല്ലേ. പക്ഷെ ഒരിക്കലും മദ്യപാനം ചെയ്യാത്ത ഒരു ഫാമിലിയാണ്, അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ല, അത് ഉപജീവനമല്ല, അങ്ങനെയുള്ള ഒരാൾ കള്ള് കുടിക്കുകയാണെങ്കിൽ അത് അധപ്പതനത്തിന് വഴി തെളിയിക്കുകയും ചെയ്യും. മറ്റത് ചിലപ്പോൾ അധപ്പതിക്കില്ല, അവർക്ക് നല്ല ശീലം ഉണ്ടാവും, അങ്ങനെ ഇത്രേ കഴിക്കാവൂന്ന്. അപ്പം അധപ്പതനം ചിലപ്പോൾ ഉണ്ടാവില്ല ഒട്ടും. മറ്റത് ഒരിക്കലും ചെയ്യാത്ത ഒരാൾ അതിൽ പോയി അയാൾക്ക് അധപ്പതനം ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു അഹിംസയിൽ വിശ്വസിക്കണ ഒരാൾ പോയിട്ട് മാംസം വെട്ടണ ജോലി എടുത്താൽ അയാൾക്ക് അധപ്പതനായി. കാരണം അയാളുടെ വ്രതം, അഹിംസാവ്രതമൊക്കെ കളഞ്ഞുവേ, അധപ്പതിച്ചു. അതേസമയം അതന്നെ ജോലിയായിട്ടുള്ള ഒരാൾ, ഇപ്പോൾ വേദൻ്റെ കഥയൊക്കെ ഉണ്ടല്ലോ മഹാഭാരതത്തിൽ അല്ലേ, അയാളുടെ ജോലി മാംസം വെട്ടാണെന്നേ ഉള്ളൂ. പക്ഷെ വളരെ അമ്മയും അച്ഛനെയൊക്കെ ഇഷ്ടം പോലെ നല്ലോണം ഈശ്വരനെ പോലെ കണ്ടു നോക്കണ ആളാണ്. അപ്പം അയാളുടെ ഒരു ഉപജീവനത്തിനുള്ള വഴിയാകുമ്പോൾ അത് നമുക്ക് അതുകൊണ്ട് അയാൾ അധപ്പതിക്കണില്ല. അല്ലാതെ അഹിംസാവ്രതം സ്വീകരിച്ച ആൾ പിന്നെ പോയി മാംസം വെട്ട് തിന്നുകയൊക്കെ ചെയ്യുമ്പോൾ അത് അയാളെ അധപ്പതിപ്പിക്കും. അതാണ് പറയണത്. അതായത് ഈ മദ്യപാനം ചെയ്യാത്തവന് മദ്യപാനം ചെയ്യുന്നത് അധപ്പതനത്തിന് കാരണമാവുമെങ്കിലും അങ്ങനെ ശീലിച്ചവർക്ക് അത് അവരുടെ സ്ഥിതി കൂടുതൽ മോശമാക്കില്ല അല്ലേ. ഇപ്പം മദ്യപാനം ദിവസേന കുറേശ്ശെ കുടിക്കണ ഒരാൾക്ക് ആ കുടിക്കണോണ്ട് അയാളുടെ സ്ഥിതി അയാളെ അധപ്പതിക്കില്ല. പക്ഷേ മദ്യപാനം ചെയ്യാത്തൊരാൾ മദ്യപിച്ചു വെച്ചാട്ടെ അയാളുടെ അവസ്ഥ അധപ്പതിക്കും. അതൊക്കെയാണ്. അപ്പോൾ അതായത് സ്ത്രീ സംയോഗം ഒരു ഗൃഹസ്ഥന് നിഷിദ്ധമല്ല, അതേസമയം ഒരു സന്യാസിക്ക് നിഷിദ്ധമാണ് അല്ലേ. അതായത് ഇപ്പോൾ നമുക്കത് ആലോചിച്ചാൽ ഒരു നിലത്ത് കിടക്കണ ആളൊക്കെ പിന്നെ താഴത്തേക്ക് വീഴാൻ പറ്റില്ലല്ലോ, അതൊന്നും ഉയർന്നിരിക്കുന്ന ആൾക്കല്ലേ താഴത്തേക്ക് വീഴാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള പാതയിൽ സഞ്ചരിച്ച് ഈശ്വരാനുഗ്രഹം കൊണ്ട് കുറച്ച് മുമ്പിലെത്തിച്ചോട്ടെ. അങ്ങനെയുള്ള ഒരാൾ ഈ വേദത്തിൽ പറയുന്ന നിഷേധ കർമ്മങ്ങളൊക്കെ ചെയ്താൽ അധപ്പതിക്കും. അതേസമയം അതിലേക്ക് വരുന്ന ചില പ്രവൃത്തി മാർഗത്തിൽ തന്നെ സഞ്ചരിക്കണ ആൾക്ക് പിന്നെ അധപ്പതനത്തിന് വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയൂലോ, ഈ നിലത്ത് കിടക്കണ ആൾക്ക് താഴത്തേക്ക് വീഴാൻ പറ്റില്ല. ഏത് സ്ഥാനത്താണ് നിൽക്കണത് അതാത് സ്ഥാനത്ത് നിന്ന് വീഴാതെ നോക്കാനേ നമുക്ക് പറ്റൂ. ശരിക്കും പറയാച്ചാൽ മുമ്പിലേക്ക് പോകാൻ വളരെ ശ്രമിക്കാം, ആ സ്ഥാനത്ത് നിന്ന് വീഴാതെ നോക്കാം. അതായത് നിലത്ത് കിടക്കണ ആൾക്ക് വീണ്ടും
അതിലും താഴത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള പോലെയാണ്. അപ്പം മദ്യപാനം ശീലിച്ച ഒരാളെ കുറേശ്ശെ എല്ലാ ദിവസവും കുടിക്കിച്ച അയാൾക്ക് ഇനി ആ അവസ്ഥയിൽ നിന്ന് ചെറുപ്പതിക്കില്ല. പക്ഷെ ഒരിക്കലും മദ്യപിച്ചിട്ടില്ല, ആ മദ്യപാനം തെറ്റാണെന്ന് വിചാരിക്കുന്ന ആൾ മദ്യപിക്കുമ്പോൾ അയാൾക്ക് ആ തപ്പത്തനം തന്നെയാണ് പറയുക. അതാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. ഇനി വളരെ വിഷമം അത്. പിന്നെ ഒന്ന് ഞാനിപ്പോൾ ഇതിലൊക്കെ മുഴുവൻ വായിക്കുമ്പോൾ എനിക്ക് എന്താ തോന്നണ പറയാൻ, നമ്മൾ ചുരുക്കി പറയാച്ചാൽ ഗുണദോഷമൊക്കെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പല 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 കാര്യങ്ങൾ നോക്കിയിട്ട് ജഡ്ജ് ചെയ്യിക്കൂ. നമുക്ക് പെട്ടെന്ന് കണ്ടാൽ അയാൾ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു തെറ്റായില്ല എന്ന് വരാമെന്ന്, അതാണ് അപ്പോൾ അതിൽ മനസ്സിലാവണം നമുക്ക്. അതുകൊണ്ട് ഗുണദോഷ വിധികളൊന്നും പ്രവൃത്തിയിലല്ല, ആ പ്രവൃത്തിയുടെ പിന്നിലുള്ള മനോഭാവത്തിലാണ് ഗുണവും ദോഷമൊക്കെ. എത്ര ശരിയല്ലേ അത്? അപ്പോൾ നോക്കൂ, ഒരു സർജൻ ഒരു കത്തിയെടുത്തിട്ട് ഒരാളെ വയറ് മുറിക്കണത് നമ്മൾ ഒരിക്കലും തെറ്റായിട്ട് പറയില്ലല്ലോ. കാരണം ജീവൻ രക്ഷിക്കാൻ അതേസമയം അതേ കത്തി തന്നെ ഉപയോഗിച്ച് ഒരു ടെററിസ്റ്റ് ഒരാളെ കൊല്ലിയാച്ചാൽ നമ്മളത് ചീത്ത പ്രവൃത്തിയായിട്ട് പറയൂല. അപ്പോൾ എല്ലാം ഈ പ്രവൃത്തിയിലല്ല, അത് പ്രവൃത്തിയുടെ പിന്നിലുള്ള മനോഭാവത്തിലാണ്. പിന്നെ ഇനി നമുക്ക് അടുത്ത 17 വായിച്ചിട്ട് നമുക്ക് 18 പോവാം. സമാനകർമാചരണം പതിതാനം ന പാതകം ഔത്പത്തികോ ഗുണസംഗോ നശയാന പതത്യഥ. 18 കൂടി ചെയ്യാം എന്തായാലും. യതോ നിവർത്തേത വിമുച്യേത തതസ്തഥാ ഏഷ ധർമ്മോ നൃണാം ക്ഷേമ ശോകമോഹഭയാപഹ. ഒന്നേ ഉള്ളൂ, നിവൃത്തിമാർഗത്തിൽ പോവാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നിവൃത്തിമാർഗം എന്ന് പറഞ്ഞാൽ എന്താ? മോക്ഷത്തിലേക്കുള്ള മാർഗം. അപ്പോൾ 18 അർത്ഥം നോക്കാം. യഥ തഥ, എന്തെല്ലാം കർമ്മങ്ങളിൽ നിന്നും വിഷയങ്ങളിൽ നിന്നും നിവൃത്തി ലഭിക്കുന്നുവോ, തഥ അതാതു കർമ്മത്തിൽ നിന്നും വിഷയത്തിൽ നിന്നും വിമുച്യേത, അങ്ങനെ വിമുക്തനാവും. എത്രത്തോളം നമ്മൾ ഭൗതികമായിട്ടുള്ള ആ മാർഗത്തിലത്തെ കർമ്മങ്ങൾ കുറയ്ക്കണോ അത്രത്തോളം നമ്മൾ നിവൃത്തി മാർഗത്തിൽ മുമ്പോട്ട് പോവും, മോക്ഷമാർഗത്തിൽ അല്ലേ. അതായത് നമ്മൾ ഭൗതിക മാർഗത്തിലത്തെ പല കർമ്മങ്ങളും നമ്മൾ എത്രത്തോളം കുറയ്ക്കണോ അത്രത്തോളം നമുക്ക് നിവൃത്തി മാർഗത്തിലത്തെ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അപ്പം നമ്മൾ അത് വർദ്ധിക്കും. ഏഷ ധർമ്മ, ഇപ്രകാരം നിവൃത്തിരൂപമായ ധർമ്മം നൃണാം, മനുഷ്യന്മാർക്ക് ക്ഷേമം, അതുവഴി ക്ഷേമം മോക്ഷം തന്നെ കിട്ടുമല്ലോ. ശോകമോഹ ഭയാപഹ, അങ്ങനെ നിവൃത്തിമാർഗത്തിൽ നമ്മൾ പുരോഗമിച്ചാൽ മാത്രമേ നമ്മുടെ ശോകവും മോഹവും ഭയവും ഒക്കെ ഇല്ലാതെയുള്ളൂ. അതാണല്ലോ നമുക്ക് ദുഃഖം. ഈ മോഹവും ഭയവും ഒക്കെയാണ് നമുക്ക് ശോകം തരണത്. അപ്പോൾ എന്താ അതിന് വഴിയിച്ചാൽ പറ്റുന്നത്രേ ഈ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ കുറയ്ക്കാൻ നോക്കുക. എന്നിട്ട് പറ്റുന്നത്ര സമയം നിവൃത്തി മാർഗത്തിൽ സഞ്ചരിക്കുക പറഞ്ഞാൽ, അപ്പം നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്കൊക്കെ അതിന് എന്താ ഏറ്റവും വലിയ വഴി? നിവൃത്തി മാർഗത്തിലുള്ള കർമ്മങ്ങൾ, ഈശ്വര സ്മരണ. ഏതെങ്കിലും തരത്തിൽ ഈശ്വരനെ സ്മരിക്കാൻ നോക്കുക. അപ്പം നമ്മൾ ഈ പ്രവൃത്തി മാർഗത്തിലത്തെ അല്ലെങ്കിൽ ഭൗതിക മാർഗത്തെ കർമ്മങ്ങൾ കുറഞ്ഞു വരും അല്ലേ. അതാണ് ഒരു ഇതായിട്ടിപ്പോൾ ഇതിൽ പറയണത്. വളരെ ശരിക്കും എല്ലാ ശ്ലോകം കൂടി കഴിഞ്ഞാൽ ഇതന്നെയാണ് പറയാനുള്ളത്. എന്താ അറിയോ, നിവൃത്തി മാർഗത്തിലേക്ക് വരാൻ നോക്കണം എന്ന് പറയുകയാണ്. അതായത് ഏതേത് ഭൗതിക കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ നിവർത്തിക്കുന്നുവോ അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടും. അപ്പം നിവൃത്തി ധർമ്മങ്ങളാണ് നമ്മൾ കൂടുതൽ. ഈ നിവൃത്തി ധർമ്മമാണ് മനുഷ്യർക്ക് മോക്ഷത്തിനെ സാധിപ്പിക്കുന്നതും ഞങ്ങളുടെ മോഹങ്ങളെയും ഭയങ്ങളെയും ശോകത്തിനെ നശിപ്പിക്കുന്നതും ക്ഷേമത്തിനെ നൽകുന്നതും ഒക്കെ ഇതാണ് എന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞത്. ഇനി എനിക്ക് തോന്നുന്നത് 2-3 ശ്ലോകം ഒന്നിച്ച് ചെയ്താലാണ് നന്നാവുക. അപ്പം നമുക്കത് അടുത്ത ദിവസം ചെയ്യാം. ഞാൻ 18 വായിച്ച് നിർത്താം. യതോ നിവർത്തേത വിമുച്യേത തതസ്തത ഏഷ ധർമ്മോ നൃണാം ക്ഷേമ ശോകമോഹ ഭയാപഹ. അപ്പോൾ എത്രത്തോളം സാധിക്കുമോ നമുക്ക് അത്രത്തോളം നിവർത്തിക്കുക ഏതുന്ന പ്രവൃത്തി മാർഗത്തിന്. അതാണ് മനുഷ്യരുടെ ശോകവും മോഹവും ഭയവും ഒക്കെ നശിപ്പിക്കാനും നമുക്ക് നിത്യാനന്ദം ഉണ്ടാവാനുമുള്ള ധർമ്മം, അല്ലെങ്കിൽ ഭാഗവത ധർമ്മം എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് അടുത്തത് 3 ശ്ലോകം ഒന്നിച്ചാണ്. അപ്പോൾ തൽക്കാലം ഇന്നിവിടെ നിർത്താം.
ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.